നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പട്ടാമ്പിക്ക് അടുത്ത് ഉമിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്, അതുപോലെ റോയൽ കൺവെൻഷൻ സെൻ്റർ ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇത് കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, മണ്ണിട്ട വഴി. അപ്പോൾ ഇതിലൂടെ കയറി നോക്കാം കുന്നെങ്ങനെയുണ്ട്, കുന്നിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊക്കെ. ഇവിടെ ഒരു റോയൽ കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതുപോലെ ഒരു കോളേജും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഉമിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കയറി നോക്കാം. അധിക സാഹസികമായിട്ട് ബൈക്കൊക്കെ വേണമെങ്കിൽ ഓടിച്ച് കയറ്റാം കേട്ടോ. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് നടന്ന് കയറുകയാണ്. ഈ വഴിയാണ് കയറി വന്നത്. താഴെ പാടശേഖരങ്ങളൊക്കെ കാണാം. ഇവിടെയുള്ള പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി തുടങ്ങി, വേനൽ തുടങ്ങിയതുകൊണ്ട് തന്നെ. ജസ്റ്റ് കുറച്ചുകൂടി കയറാണ്ട് കയറി നോക്കാം. നമ്മൾ കയറിയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തി, അതിൻ്റെ മണ്ടയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുന്ന് കാണുന്ന കാഴ്ചകളാട്ടോ അപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് ഇവിടുന്ന് പട്ടാമ്പി ടൗണിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ നല്ല മലനിരകളും പച്ചപ്പും പാടശേഖരം ഒക്കെ നമുക്കിതിൽ കാണാം. നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഈ കുന്നിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആസ്വദിക്കാം. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ശരിക്കും ഭാരതപ്പുഴയും പട്ടാമ്പി പാലും അതിലൂടെ വണ്ടികൾ പോകുന്നതൊക്കെ കാണാം. പക്ഷെ നമ്മുടെ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. പട്ടാമ്പി പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോണതും ഭാരതപ്പുഴയൊക്കെയാണ് കാണുന്നത്. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇതേ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ വേനലിൻ്റെ വരവറിയിച്ച് ഇല പൊഴിച്ചിട്ട് ഒരു മരം നിൽക്കുന്നത് കണ്ടോ. അതിൻ്റെ തൊട്ട് അടുത്ത് ഇലകളുള്ള ഒരു മരമുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. ഒരു മൊബൈൽ ടവർ, അതുപോലെ അതേ തൊട്ടടുത്ത് വേറെ ബിൽഡിങ്ങൊക്കെ കാണാം. അതെന്താണെന്നൊന്ന് പോയി നോക്കാം. വരണ്ടുണങ്ങിയ പുല്ലുകളാണൊക്കെ. ഇവിടെ കുറച്ച് പുല്ലൊക്കെ തീയിട്ടുണ്ട്, കരിഞ്ഞ പാടാണ് കാണുന്നത്. ഞാൻ ബിൽഡിങ് എന്താണെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ തീയിട്ട് പുല്ല് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ആ സിമെൻ്റ് കൊണ്ട് പണിത ആ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തി, ഒരു വാട്ടർ ടാങ്ക് പോലത്തെ സ്ഥലത്തേക്ക്. അതും അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണ്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഭാരതപ്പുഴ നല്ല വ്യക്തമായിട്ട് കാണാം. അതിലൊരു തടയണയുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ചുറ്റും നല്ല അത്യാവശ്യത്തിന് വ്യൂ ഉണ്ട്, നല്ല പച്ചപ്പ് കാണാം. ഈവനിങ്ങിനും അതുപോലെ മോർണിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. ഇപ്പോൾ ചെറിയൊരു കാറ്റുണ്ട്, അതുപോലെ നല്ല വെയിലും ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കാറ്റിൽ പുൽനാമ്പുകളൊക്കെ ഇളകണത് കാണാം. വേനൽ തുടങ്ങിയോണ്ടൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. പച്ചപ്പൊക്കെ കണ്ട് മാഞ്ഞു പോയി, ആകെ കരുവാളിച്ചു. നല്ല ബ്ലൂ ആയിട്ടുള്ള സ്കൈ, എത്ര കണ്ടാലും മതി വരുന്നില്ല. ഓരോ പരുന്തൊക്കെ ഇടയ്ക്ക് വട്ടോട്ട് പറക്കണത് കാണാം. മൊത്തത്തിലൊരു അടിപൊളി ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന ഒരു പ്ലേസാണ്. ഫാമിലി കുട്ടികളായിട്ടൊന്നും വരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഏരിയ അല്ല. അപ്പോൾ മനോഹരമായ കുന്നും പ്രദേശത്തെ ഈ കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ കയറി വന്ന വഴിയിലൂടെ തിരിച്ച് ഇറങ്ങാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പക്ഷെ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഇറങ്ങാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ വരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.